അഗസ്ത്യമുനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അഗസ്ത്യമുനിയെ പറ്റിയുള്ള കുറച്ച് കഥകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അഗസ്ത്യമുനി നീളം കുറഞ്ഞ ഒരു മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അപാരമായിരുന്നു. വളരെ തപശക്തിയുള്ള, വളരെ വിവേകിയായ, ജ്ഞാനിയായ ഒരു മഹർഷിയായിരുന്നു അഗസ്ത്യ മഹർഷി. ഒരിക്കൽ അദ്ദേഹം കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു മരത്തിൽ കുറേ ആത്മാക്കൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. തല കീഴായി തൂങ്ങിക്കിടക്കുന്ന കുറേ ആത്മാക്കൾ. അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ് ഈ ആത്മാക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്? അദ്ദേഹം അടുത്ത് ചെന്ന് അവരോട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളെന്താ ഇങ്ങനെ കിടക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മറ്റാരുമല്ല, നിൻ്റെ പിതൃക്കളാണ്. അഗസ്ത്യമുനിക്ക് വലിയ അത്ഭുതം തോന്നി. എൻ്റെ പിതൃക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണശേഷം ഇവിടെ നിന്ന് പോകാതെ, ഭൂമി വിട്ടു പോകാതെ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത്? അദ്ദേഹം അത് അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, അത് നിൻ്റെ കുറ്റം കൊണ്ടാണ്. നീ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, നിനക്ക് മക്കളുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വംശം അന്യം നിന്ന് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ മടിച്ച് ഇങ്ങനെ കിടക്കുന്നത്. നീ വിവാഹം കഴിച്ച് നിനക്കൊരു സന്താനമുണ്ടായി നമ്മുടെ പരമ്പര നീ നിലനിർത്തും എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ഭൂമി വിട്ടു പോവുകയുള്ളൂ. അഗസ്ത്യന് വലിയ വിഷമം തോന്നി. തൻ്റെ പിതൃക്കളുടെ ആഗ്രഹം താൻ സാധിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ പിതൃക്കളോട് അവരുടെ ആഗ്രഹം പോലെ താൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് വാക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോയി. ഉടൻ തന്നെ ഒരു വിവാഹം കഴിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ മകൻ്റെ അമ്മയാകാൻ പോകുന്ന സ്ത്രീ ഒരു സാധാരണക്കാരി ആവരുത് എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരിയായ, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഭാര്യയെ അന്വേഷിച്ച് അദ്ദേഹം ഭൂലോകം മുഴുവൻ നടന്നെങ്കിലും യോജിച്ച ഒരു പത്നി അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിന് യോജിച്ച ഒരു പെൺകുട്ടി എവിടെ നിന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ട ഗുണങ്ങളെല്ലാം ഉള്ള ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ എല്ലാ മൃഗങ്ങളുടെയും ഏറ്റവും മനോഹരമായ ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു. ആ സമയത്ത് വിദർഭ രാജാവിന് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹം സന്താന ലബ്ധിക്ക് വേണ്ടി വളരെയധികം പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഗസ്ത്യമുനി ഈ പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചത്. താൻ സൃഷ്ടിച്ച ഈ പെൺകുഞ്ഞിനെ ഈ അഗസ്ത്യമുനി തൻ്റെ മന്ത്രശക്തി കൊണ്ട് ഈ രാജ്ഞിയുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിക്കുകയും അങ്ങനെ വിദർഭയിലെ രാജ്ഞി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. വിദർഭയിലെ രാജാവിനും രാജ്ഞിക്കും വലിയ സന്തോഷമായി. അവരാഗ്രഹിച്ചതുപോലെ വളരെ സുന്ദരിയായൊരു കുഞ്ഞ് അവർക്കുണ്ടായി. അവർ ആ കുഞ്ഞിന് ലോപമുദ്ര എന്ന് പേരിട്ടു. കൊട്ടാരത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ലോപമുദ്ര വളർന്നു വന്നു. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ അവൾക്ക് പറ്റിയ ഒരു വരനെ കണ്ടുപിടിക്കണം എന്ന് രാജാവ് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു വരനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ നാടെങ്ങും നടന്നു. ഈ സമയത്ത് അഗസ്ത്യമുനി ലോപമുദ്രയെ തൻ്റെ ഒപ്പം വിളിച്ചുകൊണ്ട് പോരാൻ സമയമായി എന്ന് ഉറപ്പിച്ചിട്ട് വിദർഭ രാജാവിനെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. ഒരു സന്യാസിയായ, താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി, നീളമില്ലാത്ത, കാട്ടിൽ നടക്കുന്ന, മരവുരി ധരിച്ച ഒരാൾക്ക് തൻ്റെ മകളെ കൊടുക്കാൻ വിദർഭ രാജാവിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ ജ്ഞാനിയായ, വളരെ തപശക്തിയുള്ള അഗസ്ത്യനെ പിണക്കി വിടാനും അദ്ദേഹത്തിന് പേടിയായിരുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ അദ്ദേഹം അങ്ങനെ കുഴങ്ങിയിരുന്നപ്പോൾ ലോപമുദ്ര അച്ഛനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട, എന്നെ അഗസ്ത്യമുനിക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം. മകളും കൂടെ ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ വിദർഭ രാജാവ് മറ്റൊന്നും ചെയ്യാനില്ലാതെ തൻ്റെ മകളെ അഗസ്ത്യമുനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹശേഷം അഗസ്ത്യമുനി ലോപമുദ്രയോട് തൻ്റെ രാജകീയ ആടയാഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മരവുരി ധരിച്ച് അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഒരു പരാതിയോ ഒരു വിഷമമോ ഒരു പരിഭവമോ ഒന്നുമില്ലാതെ ലോപമുദ്ര അദ്ദേഹത്തെ അനുസരിച്ചു. മരവുരി ധരിച്ച് തൻ്റെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൾ അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് യാത്രയായി. തൻ്റെ ഭർത്താവിനെ അവൾ നന്നായിട്ട് പരിചരിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ അഗസ്ത്യന് അവളോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ വളരെ കാലം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ അഗസ്ത്യൻ ലോപമുദ്രയോട് അവൾക്ക് തന്നോട് പറയാതെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ലോപമുദ്ര താനൊരു രാജകൊട്ടാരത്തിൽ വളർന്നതാണെന്നും കാട്ടിൽ രാജകീയ സുഖങ്ങളില്ലാത്തതുകൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അറിയിച്ചു. ലോപമുദ്രയ്ക്ക് താൻ തൻ്റെ പിതാവിൻ്റെ ഗ്രഹത്തിൽ എങ്ങനെയാണോ താമസിച്ചത് അങ്ങനെ താമസിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന, തന്നെ എപ്പോഴും സേവിക്കുന്ന തൻ്റെ ഭാര്യയുടെ ആഗ്രഹം നടത്തിക്കൊടുക്കണം എന്ന് അഗസ്ത്യനും തോന്നി. അതുകൊണ്ട് അദ്ദേഹം ലോപമുദ്രയോട് യാത്ര പറഞ്ഞ് സ്വത്ത് സമ്പാദിക്കാനായിട്ട് പുറപ്പെട്ടു.
അദ്ദേഹം ആദ്യം തൊട്ടടുത്ത ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. ശ്രുതർവ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. അഗസ്ത്യൻ അദ്ദേഹത്തോട് ചെന്ന് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഈ ശ്രുതർവ വളരെ ഉദാരനായ ഒരു രാജാവായിരുന്നു. പക്ഷേ അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അഗസ്ത്യന് കൊടുക്കാനും മാത്രം സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ ദൈനംദിന ചെലവുകൾ കഴിഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ലാത്ത ഒരു രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ വളരെ കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അഗസ്ത്യനോട് പറഞ്ഞു, എൻ്റെ രാജ്യത്ത് അധികം നീക്കിയിരിപ്പൊന്നുമില്ല. അതുകൊണ്ട് അങ്ങേക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് എന്താണോ വേണ്ടത് അത് അങ്ങ് എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. അപ്പോൾ അഗസ്ത്യൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഈ രാജ്യത്ത് അധികം ധനമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഞാനിവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അഗസ്ത്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ കൂടി എൻ്റെ കൂടെ വരൂ, നമുക്ക് അടുത്ത രാജ്യത്തേക്ക് പോകാം. അവിടെ ബൃഹദസ്ഥ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹത്തോട് പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് തരാൻ പറയാം. അങ്ങനെ ഈ ശ്രുതർവ എന്ന രാജാവും അഗസ്ത്യ മുനിയും കൂടെ ചേർന്ന് ബൃഹദസ്ഥ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആവശ്യത്തിലധികം എന്തെങ്കിലും പണം നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് അഗസ്ത്യ മുനിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ആ രാജ്യത്തും അധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം അഗസ്ത്യന് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും ആവശ്യത്തിലധികം പണമില്ലാത്ത ഒരു രാജ്യത്തെ ബുദ്ധിമുട്ടിക്കാൻ അഗസ്ത്യ മുനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് രാജാക്കന്മാരോടും കൂടെ ചേർന്ന് അദ്ദേഹം ത്രസദസ്യു എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹത്തോട് ചെന്ന് ഇതേ ആവശ്യം അഗസ്ത്യ മുനി പറഞ്ഞു. എന്നാൽ ആ രാജാവിൻ്റെ കൊട്ടാരത്തിലും ആവശ്യമുള്ളതിൽ കൂടുതൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്രയാണോ വരവ് അത് തന്നെ ചിലവാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 രാജാക്കന്മാരും കൂടെ ചേർന്ന് അഗസ്ത്യ മുനിയോട് പറഞ്ഞു, വളരെ വലിയ ധനവാനായ ഒരു അസുരനുണ്ട്. ഇൽവല എന്നാണ് ആ അസുരൻ്റെ പേര്. നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലധികം സ്വത്തുള്ള ഒരാളാണ് ഇൽവലൻ. ഇൽവലനോട് ചെന്ന് ചോദിച്ചാൽ അങ്ങേക്ക് ആവശ്യമുള്ള പണം കിട്ടും. പക്ഷെ അദ്ദേഹം വളരെ ക്രൂരനായ ഒരു രാക്ഷസനാണ്. അതറിഞ്ഞു വേണം പോകാൻ. അഗസ്ത്യൻ പറഞ്ഞു, ആരായാലും സാരമില്ല, നമുക്കവിടെ പോയി ചോദിക്കാം. അപ്പോൾ ഈ ഇൽവലിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. ഇൽവലൻ വളരെ ദുഷ്ടനായ ഒരു അസുരനായിരുന്നു. ഈ ഇൽവലിന് വളരെ നിഗൂഢമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഇൽവലൻ പണ്ട് ഒരു ബ്രാഹ്മണനോട് തനിക്ക് ഇന്ദ്രപുത്രന്മാർക്ക് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ബ്രാഹ്മണൻ അനുഗ്രഹം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൽവലിന് ബ്രാഹ്മണനോട് വളരെയധികം വിരോധമുണ്ടായിരുന്നു. ഈ ഇൽവലിന് ഒരു സഹോദരനുണ്ടായിരുന്നു. ആ അസുരൻ്റെ പേര് വാതാപി എന്നായിരുന്നു. ഈ സഹോദരന്മാർ ചേർന്ന് ബ്രാഹ്മണരോട് പ്രതികാരം ചെയ്യാൻ ഉറച്ചു. ഇതിൽ ഈ വാതാപിക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാമായിരുന്നു. അപ്പോൾ ഇവരുടെ കൊട്ടാരത്തിൽ ഏതെങ്കിലും ബ്രാഹ്മണർ ചെല്ലുകയാണെങ്കിൽ വാതാപി ഒരു ആടായിട്ട് വേഷം മാറും. എന്നിട്ട് ഇൽവലൻ ഈ ആടിനെ കൊന്ന് കറി വെക്കും. ഈ കറി കൂട്ടിയാണ് ബ്രാഹ്മണർക്ക് അന്ന് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ബ്രാഹ്മണൻ ഏമ്പക്കം വിടുന്നതിന് മുമ്പായിട്ട് ഇൽവലൻ വാതാപി വാ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ വാതാപി ആ വിളി കേട്ട് ഈ ബ്രാഹ്മണൻ്റെ വയറ് പൊട്ടിച്ച് പുറത്ത് ചാടി വരികയും തൻ്റെ അസുരരൂപം കൈക്കൊള്ളുകയും ചെയ്യും. അങ്ങനെ ഈ ബ്രാഹ്മണൻ മരിച്ചുപോകും. എന്തായാലും ഈ 3 രാജാക്കന്മാർക്കൊപ്പം അഗസ്ത്യൻ ഇൽവലൻ്റെ കൊട്ടാരത്തിലെത്തി തൻ്റെ ആവശ്യം പറഞ്ഞു. ഇൽവലൻ വളരെ സന്തോഷത്തോടെ ഈ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാം എന്ന് അഗസ്ത്യനോട് പറയുകയും അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് അജമാംസം കൂട്ടി അഗസ്ത്യന് ഭക്ഷണം കൊടുത്തു. രാജാക്കന്മാർക്ക് ഈ ഇൽവലിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അഗസ്ത്യനോട് ഇൽവലിനെ സൂക്ഷിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ എന്തായാലും അഗസ്ത്യന് അജമാംസം കൂട്ടി ഇൽവലൻ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഇൽവലൻ വാതാപി വാ എന്ന് വിളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അഗസ്ത്യൻ ഏമ്പക്കം വിട്ടു. ഇൽവലൻ പലതവണ വാതാപി വാ എന്ന് വിളിച്ചിട്ടും അഗസ്ത്യൻ്റെ വയറ് പൊട്ടുകയോ വാതാപി പുറത്തു വരികയോ ചെയ്തില്ല. അപ്പോൾ ഇൽവലൻ ആകെ ഭയചകിതനായിപ്പോയി. ഇൽവലൻ ചോദിച്ചു, എന്ത് പറ്റി, എൻ്റെ വാതാപി എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ഞാൻ അവനെ ദഹിപ്പിച്ച് കളഞ്ഞു. എൻ്റെ വയറ്റിൽ കിടന്ന് അവൻ ജീർണിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇൽവലന് വലിയ വിഷമമായിപ്പോയി. അയാൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇൽവലൻ നേരത്തെ അഗസ്ത്യൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ വാക്കിൽ നിന്ന് പിന്മാറാൻ അയാൾക്ക് പറ്റിയില്ല. പക്ഷെ അപ്പോഴും അയാളൊരു തന്ത്രം പ്രയോഗിച്ചു. അയാൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഈ 3 രാജാക്കന്മാർക്ക് ഓരോരുത്തർക്കും 10,000 പശുക്കളെയും അത്ര തന്നെ സ്വർണ്ണ നാണയങ്ങളെയും കൊടുക്കും. അഗസ്ത്യന് 20,000 പശുക്കളെയും അത്ര തന്നെ സ്വർണ്ണ നാണയങ്ങളും കൊടുക്കും. ഇത്രയും മനസ്സിൽ ആലോചിച്ചിട്ട്
അയാൾ അഗസ്ത്യനോട് പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങേക്ക് എന്ത് തരണം, ഈ രാജാക്കന്മാർക്ക് എന്ത് തരണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതെത്രയാണ് എന്നങ്ങ് കൃത്യമായിട്ട് ഊഹിച്ച് പറയുകയാണെങ്കിൽ അത്ര തന്നെ ഞാൻ അങ്ങേക്ക് തരാം. അഥവാ അങ്ങേക്ക് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അങ്ങേക്ക് ഞാൻ ഒന്നും തരികയില്ല. പക്ഷേ ഇല്വലൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെ അഗസ്ത്യൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വന്ന ഈ 3 രാജാക്കന്മാർക്കും 10,000 പശുക്കളെയും 10,000 സ്വർണ്ണ നാണയങ്ങളും വീതവും എനിക്ക് 20,000 പശുക്കളും 20,000 സ്വർണ്ണ നാണയങ്ങളുമാണ് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ ആ തന്ത്രത്തിലും ഇല്വലൻ തോറ്റു. അങ്ങനെ ഇല്വലൻ അഗസ്ത്യന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയും ആ പണം കൊണ്ടുപോയി അഗസ്ത്യൻ വളരെ മനോഹരമായൊരു കൊട്ടാരം നിർമ്മിച്ചിട്ട് അവിടെ തൻ്റെ ഭാര്യയായ ലോപമുദ്രയെ താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അധികം താമസിക്കാതെ ലോപമുദ്രയ്ക്ക് ഒരു മകനുണ്ടായി. അതോടെ അഗസ്ത്യൻ്റെ പിതൃക്കൾ സംതൃപ്തരാകുകയും അവർ സ്വർഗലോകത്തിലേക്ക് പോവുകയും ചെയ്തു. ലോപമുദ്രയും അഗസ്ത്യനും വളരെ സന്തോഷത്തോടെ അങ്ങനെ അവരുടെ കൊട്ടാരത്തിൽ ജീവിച്ചു. ഇക്കാലത്ത് മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. ഒരിക്കൽ നാരദ മുനി വിന്ധ്യപർവ്വതത്തിനെ കാണാൻ വന്നു. അവിടെ വന്നപ്പോൾ മഹാമേരുവിനെ പറ്റി ഒരു പരാതി പറഞ്ഞു. കാര്യം ഇതാണ്, മഹാമേരു വളരെ ഉയരമുള്ളൊരു പർവ്വതമാണ്. പക്ഷേ മഹാമേരുവിനൊരു അഹങ്കാരമുണ്ട്. കാരണം തന്നെ ചുറ്റി എപ്പോഴും സൂര്യൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഈ മേരു പർവ്വതത്തിന് വലിയ തലക്കനമാണ്. അപ്പോൾ വിന്ധ്യപർവ്വതം സൂര്യനോട് പറഞ്ഞു, മേരു പർവ്വതത്തിന് ഇത്ര വലിയ അഹങ്കാരമായതുകൊണ്ട് നീ ഇനി മുതൽ മേരു പർവ്വതത്തിന് പ്രദക്ഷിണം ചെയ്യേണ്ട. നീ ഇനി മുതൽ എന്നെ പ്രദക്ഷിണം ചെയ്താൽ മതി. നാളെ മുതൽ സൂര്യൻ വിന്ധ്യപർവ്വതത്തിന് ചുറ്റും വരണം. അപ്പോൾ സൂര്യൻ പറഞ്ഞു, അതെന്തായാലും പറ്റില്ല. കാരണം എൻ്റെ പാത നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. ആ പാതയ്ക്കപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഇത് കേട്ട വിന്ധ്യന് വളരെയധികം ദേഷ്യം വന്നു. വിന്ധ്യൻ മുകളിലേക്ക് വളരാൻ തുടങ്ങി. ഇത് കണ്ട ദേവകൾക്ക് ആകെ പരിഭ്രാന്തിയായി. ആവശ്യമില്ലാതെ വിന്ധ്യപർവ്വതം ഇങ്ങനെ വളരുകയാണെങ്കിൽ അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കും എന്നവർക്ക് ഭയം തോന്നി. അവരെല്ലാവരും കൂടി ചേർന്ന് അഗസ്ത്യനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് വിന്ധ്യൻ്റെ ഈ വളർച്ചയെപ്പറ്റി പരാതിപ്പെട്ടു. അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ ഈ വളർച്ചയ്ക്ക് തടയിട്ടുകൊള്ളാം. അതുവരെ അഗസ്ത്യൻ ഗംഗോത്രിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഗംഗോത്രിയിൽ നിന്ന് തൻ്റെ ഭാര്യയെയും മകനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം വിന്ധ്യപർവ്വതത്തിനടുത്തെത്തി. പർവ്വതത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പർവ്വതമേ, എനിക്ക് വടക്ക് വശത്തേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട്. നീ എനിക്ക് ഒന്ന് തല കുനിച്ചു തരണം. അല്ലാതെ എൻ്റെ ഭാര്യയും മകനെയും കൊണ്ട് ഇത്ര ഉയരം കടന്നു പോകാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ വിന്ധ്യപർവ്വതം പറഞ്ഞു, അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞാൻ അങ്ങേക്ക് തല കുനിച്ചു തരാം. അങ്ങ് എന്നെ കടന്നു പോയിക്കൊള്ളൂ. അങ്ങ് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ തല ഉയർത്തുകയുള്ളൂ. അങ്ങനെ തല കുനിച്ച വിന്ധ്യപർവ്വതത്തിനെ കടന്ന് അഗസ്ത്യനും ഭാര്യയും മകനും വടക്ക് രാജ്യത്തേക്ക് യാത്രയായി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അഗസ്ത്യൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നാം ഇനി തിരിച്ച് തെക്കോട്ട് പോകുന്നില്ല. നാം അങ്ങനെ പോവുകയാണെങ്കിൽ വിന്ധ്യപർവ്വതം വീണ്ടും വളരാൻ തുടങ്ങും. അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തും. അങ്ങനെയാണ് അദ്ദേഹം വിന്ധ്യപർവ്വതത്തിൻ്റെ വടക്ക് വശത്ത് താമസമായത്. പിന്നീട് ഒരിക്കലും അദ്ദേഹം തെക്ക് വശത്തേക്ക് പോയതേയില്ല. ഇനി അഗസ്ത്യനെ സംബന്ധിച്ച് മറ്റൊരു കഥയും കൂടി പറയാം. പണ്ട് കാലകേയന്മാർ എന്നു പേരായ ഒരു കൂട്ടം അസുരന്മാർ വസിച്ചിരുന്നു. അവർ ഭൂമിയിൽ എല്ലാവർക്കും വലിയ ശല്യമായി തീർന്നു. ഭൂമിയിൽ മാത്രമല്ല, സ്വർലോകവാസികൾക്ക് പോലും ഇരിക്കപ്പുറതി ഇല്ലാതായി. ഭയങ്കര അക്രമികളായിരുന്നു ഈ കാലകേയന്മാർ. അവരുടെ നേതാവായിരുന്നു വൃത്രാസുരൻ. കാലകേയന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. എങ്ങനെയെങ്കിലും കാലകേയന്മാരെ നശിപ്പിക്കാൻ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ദദീചി മഹർഷിയുടെ എല്ലുകൊണ്ട് ഒരു ആയുധമുണ്ടാക്കിയിട്ട് അതുകൊണ്ട് വൃത്രാസുരനെ കൊല്ലാം എന്ന് ബ്രഹ്മാവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് ദദീചി മഹർഷിയോട് ഒരു എല്ല് ചോദിക്കുകയും അത് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. ആ എല്ലും കൊണ്ടാണ് വജ്രായുധം ഇന്ദ്രൻ നിർമ്മിച്ചത്. ആ ആയുധം കൊണ്ട് ദേവന്മാരെല്ലാവരും കൂടി കാലകേയന്മാരോട് യുദ്ധത്തിന് ചെന്നു. പക്ഷേ യുദ്ധത്തിന് ചെന്ന് കാലകേയന്മാരോട് എതിരിടാൻ ദേവന്മാർ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരുന്ന കാലകേയന്മാർ ദേവന്മാരെ ആക്രമിച്ചു. ദേവന്മാരെല്ലാവരും തോറ്റ് പിന്തിരിഞ്ഞോടി. ഇത് ഇന്ദ്രന് വളരെയധികം അപമാനമുണ്ടാക്കി. വജ്രായുധം കൊണ്ട് ചെന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദുഃഖിതനായ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ ശക്തിയുടെ ഒരു അംശം ഇന്ദ്രന് കൊടുക്കുകയും ഇന്ദ്രൻ ആ ശക്തി ലഭിച്ച ആത്മവിശ്വാസത്തോടെ കാലകേയന്മാരോട് യുദ്ധത്തിന് ചെല്ലുകയും ചെയ്തു. അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കാലകേയന്മാരുടെ നേതാവായ വൃത്രാസുരനെ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് വധിച്ചു.
കാലകയന്മാരുടെ നേതാവ് കൊല്ലപ്പെട്ടുവെന്ന് ദേവന്മാരറിഞ്ഞു. തോറ്റോടി ദേവലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചിരുന്ന അവരെല്ലാവരും കാലകയന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നു. അതോടെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ഇവരെല്ലാവരും കൂടി ചെന്ന് സമുദ്രത്തിനടിയിൽ ഒളിച്ചു കളഞ്ഞു. ദേവന്മാർക്ക് സമുദ്രത്തിനടിയിലേക്ക് പോയി കാലകയന്മാരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ അസുരന്മാർ സമുദ്രത്തിനടിയിൽ താമസമായി. എന്നാൽ അവരവിടെ വെറുതെ ഇരുന്നൊന്നുമില്ല. അവരിടയ്ക്കിടയ്ക്ക് കരയിൽ കയറി ഭൂമിയിലെ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടായി. ഭൂമിയിലുള്ള നല്ല മനുഷ്യരെ എല്ലാം കൊല്ലാമെന്നും അങ്ങനെ ഭൂമിയെ നശിപ്പിക്കാമെന്നും ഈ കാലകയന്മാർ തീരുമാനിച്ചു. അപ്രകാരം അവർ പ്രവർത്തിച്ചും തുടങ്ങി. അതോടെ ദേവന്മാർക്ക് വീണ്ടും വിഷമത്തിലായി. എന്തു ചെയ്യും എന്നറിയാൻ വയ്യാതെ അവർ വീണ്ടും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് അഗസ്ത്യ മുനിയാണ്. വിന്ധ്യപർവ്വതം തല ഉയർത്തി ലോകത്തിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹമാണ് അവനെ വളരെ തന്ത്രപൂർവ്വം അടക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് അഗസ്ത്യ മുനിയോട് സഹായം അഭ്യർത്ഥിക്കണം. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി അഗസ്ത്യൻ്റെ ആശ്രമത്തിലെത്തി. അവർ പറഞ്ഞു, അങ്ങ് ദുഷ്ടനായ വാതാപിയെ കൊന്ന കാര്യം ഞങ്ങൾക്കറിയാം. വിന്ധ്യപർവ്വതത്തിൻ്റെ ഗർഭം ശമിപ്പിച്ചത് ഞങ്ങൾക്കറിയാം. അതുപോലെ അങ്ങ് ഈ കാലകയന്മാരെയും കൂടെ ഒന്ന് നശിപ്പിച്ചു തരണം. അഗസ്ത്യൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. യുദ്ധത്തിന് തയ്യാറായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. അങ്ങനെ അഗസ്ത്യൻ ഈ ദേവന്മാരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ കരയിലെത്തി. എന്നിട്ട് അദ്ദേഹം സമുദ്രത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് സമുദ്രം കുടിച്ചു വറ്റിക്കാൻ തുടങ്ങി. അദ്ദേഹം സമുദ്രത്തിലെ വെള്ളം കുടിക്കുന്ന അനുസരിച്ചിട്ട് വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരികയും സമുദ്രത്തിൻ്റെ അടുത്തിട്ട് കാണാറാവുകയും ചെയ്തു. കാലകയന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഇടമില്ലാതായി. യുദ്ധത്തിന് സന്നദ്ധരായി നിന്നിരുന്ന ദേവന്മാർ സമുദ്രത്തിനടിയിലുണ്ടായിരുന്ന കാലകയന്മാരെ ഓരോരുത്തരെയായിട്ട് കൊന്നൊടുക്കി. അങ്ങനെ ഒരിക്കൽ കൂടി അഗസ്ത്യൻ ഭൂമിയെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഇഷ്ടമായോ അഗസ്ത്യൻ്റെ കഥകൾ? അടുത്ത കഥ അടുത്ത ദിവസം.